നന്മ നേരും മാതാവേ, കനിവോടെ കാക്കണമേ. നെടുവീർപ്പും കണ്ണീരുമായി ഞങ്ങൾ നിൻ പാദം തേടിടുന്നു. നന്മ നേരും മാതാവേ, കനിവോടെ കാക്കണമേ. പുണ്യദാനത്തിനുറവിടമേ, ധന്യദേഹത്തിൻ നിറകൂടമേ, ധന്യതേജസ്സിൻ പരിമളമേ, വന്യവിശുദ്ധയ മാതാവേ, ഉഷകാല താരകമേ, മിശിഹാതൻ മാതാവേ, സ്വർഗവാതിൽ നീയമ്മേ, ഞങ്ങൾ നിൻ നാമം വാഴ്ത്തിടുന്നു. വിശുദ്ധ ബർണാദ് നമ്മളോട് പറയുന്നു, പരിശുദ്ധ അമ്മ ആരെയും കൈവിടില്ല. ആയതിനാൽ ആ ഹൃദയബോധ്യത്തിൽ നിന്നും അദ്ദേഹം വിരചിച്ചു, എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ അഭയം തേടുന്നു. അദ്ദേഹം അമ്മയോട് പറയുകയാണ്, നിന്റെ മാധ്യസ്ഥ സഹായം അപേക്ഷിച്ച ആരെയും അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ലല്ലോ. ഒരിക്കലും ഈ നല്ല മാതാവ് ഉപേക്ഷിക്കില്ല മക്കളെ. ഉഷകാലതാരമായ അമ്മ തിന്മയുടെ അന്ധകാര ഛായ പടർന്നു കിടക്കുന്ന രാവിൻ്റെ അന്ത്യത്തിൽ ഇതാ സ്നേഹവെളിച്ചം, പുതിയ പ്രഭാതം, ക്രിസ്തുവെന്ന പ്രകാശം പരക്കുന്നു എന്നതിൻ്റെ സൂചനയുമായി വരുന്ന ഉഷകാല താരമാണ് പരിശുദ്ധ മറിയം. നമുക്കറിയാമല്ലോ, നമ്മുടെ ജീവിതത്തിൽ വേദന നിറഞ്ഞ രാത്രി വരുമ്പോൾ നേരം ഒന്ന് പുലർന്നെങ്കിൽ, നേരം ഒന്ന് വെളുത്തിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുള്ള എത്രയോ അവസരങ്ങൾ. അതെ, തിന്മയുടെ അന്ധകാരത്തിൽ നിന്നും പുലരിപ്രഭയാകുന്ന രക്ഷകനായ സ്നേഹവെളിച്ചത്തിലേക്ക്, യേശുവെന്ന സ്നേഹവെളിച്ചത്തിലേക്ക് നമുക്ക് തുടക്കം കാണിച്ചു തരുന്ന ഉഷകാലതാരം. ആ അമ്മയോട് പറയാം, അമ്മേ, നിന്റെ പാദത്തെങ്കിൽ ഞാനൊന്ന് ചേർന്നിരുന്നോട്ടെ, എൻ്റെ വേദനകളൊക്കെ ഒന്ന് പങ്കുവെക്കട്ടെ. അമ്മ നമ്മളെ സഹായിക്കും. കാർമലഗീതം നമ്മുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനമായി മാറട്ടെ. കർമ്മലാംബികയുടെ ഉത്രീയത്തിൽ പൊതിഞ്ഞ അനുഭവം നമ്മുടെ ഹൃദയത്തിന് എന്നും പുത്തൻ ഭാഷയാകട്ടെ, സ്നേഹമാകട്ടെ. നമുക്ക് പാടി പ്രകീർത്തിക്കാം, അമ്മേ നിങ്ങളുടെ പാദത്തിങ്കൽ ചേർന്നിരുന്നോട്ടെ. അമ്മേ നിന്നുടെ പാദത്തിങ്കൽ ചേർന്നിരുന്നോട്ടെ, എന്നുടെ വേദനയെല്ലാം അമ്മേ നിന്നോടു ഞാനൊന്നു ചൊല്ലട്ടെ.
അമ്മേ നിന്നുടെ പാദത്തിങ്കൽ ചേർന്നിരുന്നോട്ടെ. അമ്മേ നിന്നുടെ പാദത്തിങ്കൽ ചേർന്നിരുന്നോട്ടെ. എന്നുടെ വേദനയെല്ലാം അമ്മേ നിന്നോടു ഞാനൊന്നു ചൊല്ലട്ടെ. എന്നുടെ വേദനയെല്ലാം അമ്മേ നിന്നോടു ഞാനൊന്നു ചൊല്ലട്ടെ. കണ്ണീരെല്ലാം മായ്ച്ചിടാനായി നീ വരില്ലേ അമ്മേ. കണ്ണീരെല്ലാം മായ്ച്ചിടാനായി നീ വരില്ലേ അമ്മേ. എന്നെ എന്നും കാത്തിടാനായി കൈകളിൽ താങ്ങണമേ. എന്നും കൺമണിയാ അമ്മേ നിന്നോട് പാദത്തിങ്കൽ ചേർന്നിരുന്നോട്ടെ. അമ്മേ നിന്നോട് പാദത്തിങ്കൽ ചേർന്നിരുന്നോട്ടെ. എന്നുടെ വേദനയെല്ലാം അമ്മേ നിന്നോടു ഞാനൊന്നു ചൊല്ലട്ടെ. എന്നുടെ വേദനയെല്ലാം അമ്മേ നിന്നോടു ഞാനൊന്നു ചൊല്ലട്ടെ. ആരീരാരം പാടിയെന്നെ നീയുറക്കും നേരം. ആരീരാരം പാടിയെന്നെ നീയുറക്കും നേരം. വിങ്ങും എന്നുടെ നൊമ്പരങ്ങൾ ദൂരെ നീങ്ങിയിടും. മാഞ്ഞു പോയിടും. അമ്മേ നിന്നുടെ പാദത്തിങ്കൽ ചേർന്നിരുന്നോട്ടെ. അമ്മേ നിന്നുടെ പാദത്തിങ്കൽ ചേർന്നിരുന്നോട്ടെ. എന്നുടെ വേദനയെല്ലാം അമ്മേ നിന്നോടു ഞാനൊന്നു ചൊല്ലട്ടെ. എന്നുടെ വേദനയെല്ലാം അമ്മേ നിന്നോടു ഞാനൊന്നു ചൊല്ലട്ടെ. എന്നുടെ വേദനയെല്ലാം അമ്മേ നിന്നോടു ഞാനൊന്നു ചൊല്ലട്ടെ.
ആരീരാരം പാടി എന്നെ നീ ഉറക്കും നേരം, വിങ്ങും എന്നുടെ നൊമ്പരങ്ങൾ ദൂരെ മായുന്നു, നീങ്ങിപ്പോകുന്നു. ഒരു താരാട്ടുപോലെ ഹൃദയത്തിൽ അനുഭവമായ ഒരു അനുഭവം തന്നെയായിരുന്നു ഈ ഗാനം. ജോയ്സ് ഈ അടുത്ത നാളുകളിൽ കുറേ ആൽബങ്ങളിൽ പാടിയിട്ടുണ്ടല്ലേ? ഞാൻ കുറേയേറെ ആൽബങ്ങളിൽ കണ്ടു. വളരെ മനോഹരമായി തന്നെ ഓരോ ഗാനങ്ങളും ശ്രദ്ധിക്കുകയും ചെയ്തു. ബിജോയ്സ് വീട് സ്വദേശം എവിടെയാണ്? എൻ്റെ വീട് രാജാക്കാടാണ്. രാജാക്കാട്. ആ, എന്ത് ചെയ്യുന്നു ബിജോയ്സ് ഇപ്പോൾ? ഞാൻ ഒരു ജോബായിരുന്നു. ജോബിന് ഇടയിൽ പിന്നീട് എൻ്റെ അടുത്തുള്ള സാൻജോ കോളേജിൽ MCom PG ചെയ്തു. അത് ശരി. അത് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ആ ഒരു കാലഘട്ടത്തിലാണ് ഇതുപോലെ CD-കളിലെ കുറേ അവസരങ്ങൾ തേടിയെത്തി. ദൈവം സഹായിച്ച് അതിലെല്ലാം ഒരു പങ്ക് വഹിക്കാൻ സർവശക്തനായ ദൈവം വലിയൊരു അവസരം തന്നു. തീർച്ചയായും ദൈവത്തിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും. ബിജോയ്സ് ഇപ്പം പാടുന്നുണ്ട്. എത്ര നാൾ ചെറുപ്പം മുതൽ പാടുമായിരുന്നോ? ചെറുപ്പം മുതൽ പാടുമായിരുന്നു. സ്കൂൾ കലോത്സവ വേദികളിൽ കലാപ്രതിഭയ്ക്ക് ആവാൻ ദൈവം ഭാഗ്യം തന്നിട്ടുണ്ട്. പിന്നീട് ലാസ്റ്റ് ടൈമിൽ കോളേജിൽ നടന്ന യൂണിവേഴ്സിറ്റി കലോത്സവത്തിലും എൻ്റെ കോളേജിനെ പ്രതിനിധീകരിച്ച് പോകാൻ പറ്റി. അതിലൊരു A ഗ്രേഡ് പ്രൈസ് കിട്ടി. എല്ലാവിധ അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും. മനോഹരമായ ശബ്ദമാണ്. തീർച്ചയായും ദൈവം ഇത് അനേക ഹൃദയങ്ങൾക്ക് അനുഭവമാകത്തക്കവണ്ണം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ആത്മീയ ഗാനങ്ങൾ, പ്രത്യേകിച്ച് ഭക്തിഗാനങ്ങൾ ഇങ്ങനെ സ്റ്റുഡിയോയിലൊക്കെ പാടുമ്പോൾ എന്താണ് ഹൃദയ അനുഭവം? ഭക്തിഗാനങ്ങൾ പാടുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാത്തിനും നമ്മൾ ഒരാളോട് എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു. ജീവിതത്തിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കുന്നില്ല. ഈവൻ നെക്സ്റ്റ് ടൈം എന്ത് എന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും നമ്മുടെ കയ്യിലുള്ളൊരു കാര്യമേ അല്ല. ഈവൻ ഇപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത് പോലും ഞാൻ ആഗ്രഹിക്കുന്നതിന് മുൻപേ ഒരാൾ ആഗ്രഹിച്ച് പദ്ധതിയിട്ട് അതിന് പ്രകാരം മാത്രം ഞാൻ വന്നിരുന്നതിൻ്റെ ഒരു നിമിത്തം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ശക്തിയെ എത്ര അറിയാതെ പോയാലും ഇത്തരം ഗാനങ്ങൾ പാടുമ്പോൾ അറിയാതെ മനസ്സിൽ ഉറപ്പായിട്ടും വന്നിരിക്കും, ഉറപ്പായും വരും. തീർച്ചയായും പ്രിയമുള്ള സ്നേഹഹൃദയങ്ങളെ, തങ്ങളുടെ സർഗാത്മക കഴിവുകൾ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ എവിടെയൊക്കെ ആയിരിക്കുമ്പോഴും എന്നെക്കുറിച്ച് ദൈവത്തിന് സ്വപ്നങ്ങളുണ്ട്, നല്ല ദൈവത്തിന് പദ്ധതിയുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ ഒരു യുവത്വം ആയിരിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം, പലപ്പോഴും ഈ കാലഘട്ടങ്ങളിൽ മറ്റെല്ലാം മറന്നുള്ള ഒരു കുതിപ്പിലാണ് യുവത്വം. അവിടെ വളരെ വ്യത്യസ്തമായ ഒരു ചിത്രം കാണുകയാണ്. എന്ത്? എന്നെക്കുറിച്ച് ദൈവത്തിനൊരു സ്വപ്നമുണ്ടെന്നുള്ള ബോധ്യം. യുവത്വങ്ങൾ ഉണരണം. ദൈവത്തിന് വേണ്ടി ഉണർന്നു പാടുന്ന, ദൈവരാജ്യത്തിന് വേണ്ടി ഹൃദയം തുറക്കുന്ന, തങ്ങളുടെ വീര്യവും ഓജസ്സും തേജസ്സും ദൈവരാജ്യത്തിന് സമർപ്പിക്കുന്ന യുവത്വങ്ങൾ. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ബിജോയ്സ് എല്ലാവിധ ഭാവങ്ങളും പ്രാർത്ഥനകളും നൽകുന്നു. താങ്ക് യു സർ. പുതിയ ഗാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാ പ്രേക്ഷകരുടെയും പേരിൽ ഹൃദയപൂർവ്വം ആശംസകൾ നൽകുന്നു. എല്ലാ പ്രേക്ഷകരും ശ്രോതാക്കളും അത് ഹൃദയപൂർവ്വം കേൾക്കട്ടെ. എല്ലാവിധ ആശംസകളും ഏകട്ടെ. നമുക്ക് പ്രാർത്ഥനാപൂർവ്വം അടുത്ത ഗാനത്തിലേക്ക് പ്രവേശിക്കാം.
മരിയേ നിൻ സന്നിധാനത്തിൽ ആദ്യമായി ഞാൻ വന്ന നേരം. അമ്മേ മരിയേ നിൻ സന്നിധാനത്തിൽ ആദ്യമായി ഞാൻ വന്ന നേരം. അമ്മേ നീ ആരെന്നു ഞാനറിഞ്ഞു, ആ ദിവ്യ സ്നേഹം ഞാൻ അനുഭവിച്ചു. അമ്മേ നീ ആരെന്നു ഞാനറിഞ്ഞു, ആ ദിവ്യ സ്നേഹം ഞാൻ അനുഭവിച്ചു. അമ്മേ നീയാരെന്ന് അറിയാതെ നിൻ മക്കൾ അലയുന്നു തളരുന്നു ഈ ലോകത്തിൽ. അമ്മേ നീയാരെന്ന് അറിയാതെ നിൻ മക്കൾ അലയുന്നു തളരുന്നു ഈ ലോകത്തിൽ. നിന്നെ അറിയാൻ നിൻ വേല ചെയ്യാൻ അമ്മേ നീ ഞങ്ങളെ അനുവദിക്കൂ. നിന്നെ അറിയാൻ നിൻ വേല ചെയ്യാൻ അമ്മേ നീ ഞങ്ങളെ അനുവദിക്കൂ. അമ്മേ മരിയേ നിൻ സന്നിധാനത്തിൽ ആദ്യമായി ഞാൻ വന്ന നേരം. കാൽവരി മലയിൽ എന്നേശുനാഥൻ എനിക്കായി നൽകിയ മാതാവേ. കാൽവരി മലയിൽ എന്നേശുനാഥൻ എനിക്കായി നൽകിയ മാതാവേ. കൈവിടല്ലമ്മേ നീ കയ്യിൽ പിടിച്ച് നിൻ സുതന്നരികെ എത്തിക്കേണേ. കൈവിടല്ലമ്മേ നീ കയ്യിൽ പിടിച്ച് നിൻ സുതന്നരികെ എത്തിക്കേണേ. അമ്മേ മരിയേ നിൻ സന്നിധാനത്തിൽ ആദ്യമായി ഞാൻ വന്ന നേരം. അമ്മേ നീയാരെന്നു ഞാനറിഞ്ഞു, ആ ദിവ്യ സ്നേഹം ഞാൻ അനുഭവിച്ചു. അമ്മേ നീയാരെന്നു ഞാനറിഞ്ഞു, ആ ദിവ്യ സ്നേഹം ഞാൻ അനുഭവിച്ചു. അമ്മേ മരിയേ നിൻ സന്നിധാനത്തിൽ ആദ്യമായി ഞാൻ വന്ന നേരം.
അമ്മേ, നീ ആരെന്നറിയാതെ അലയുന്നു, തളരുന്നു ഈ ലോകത്തിൽ നിന്റെ മക്കൾ. അമ്മയെ ആരും അറിഞ്ഞിട്ടില്ല. വിശുദ്ധ തോമസ് അക്വിനാസ് ഇങ്ങനെ പറയുന്നു: മറിയത്തെ അറിയുക, നിങ്ങൾ വിസ്മയം കാണും. ദിവ്യ രഹസ്യങ്ങളുടെ റോസാ പുഷ്പമേ എന്നാണ് പരിശുദ്ധ മറിയത്തെ വിശേഷിപ്പിക്കുക. ദിവ്യ രഹസ്യങ്ങളുടെ റോസാ പുഷ്പം. നമുക്കറിയാമല്ലോ, ഒരു റോസാ പുഷ്പം അനേകം ഇതളുകൾ ചേർന്നതാണ്. ആ മറിയമെന്ന റോസാ പുഷ്പത്തിൻ്റെ ഒരിതൾ മാത്രമേ നാം അറിയുന്നുള്ളൂ എന്നതാണ് സത്യം. അറിയുന്തോറും 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 ആ അറിവ് ക്രിസ്തുവെന്ന അറിവിലേക്ക് ചെന്നെത്തും. ക്രിസ്തുവിനെ അറിയുവാൻ, ക്രിസ്തുവിനെക്കുറിച്ച് അറിയുവാൻ, ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാൻ ഏറ്റവും നല്ല അധ്യാപിക അത് പരിശുദ്ധ മറിയമാണെന്ന് വിശുദ്ധ എഫ്രേം നമ്മളോട് പറയുന്നു. സഹോദരങ്ങളെ, ദിവ്യരഹസ്യങ്ങളുടെ റോസാ പുഷ്പം ഈ നല്ല അമ്മ നമുക്ക് ആ ഇതളുകളൊക്കെ ഒന്ന് ശോധന ചെയ്ത് പഠിച്ച് മനസ്സിലാക്കണം, അനുഭവമാക്കണം. അമ്മയെക്കുറിച്ച് അറിയുന്തോറും, അമ്മയെ ഒന്ന് മനസ്സിലാക്കുന്തോറും നമ്മൾ ചെന്നെത്തുന്നത് യേശുവെന്ന സത്യത്തിലേക്കാണ്. ഇതൊരു ദിവ്യരഹസ്യമാണ്. സ്വർഗീയ ജ്ഞാനം, ദൈവിക ജ്ഞാനമില്ലെങ്കിൽ ഇത് തിരിച്ചറിയുക അസാധ്യം. ഇതറിഞ്ഞു എല്ലാ വിശുദ്ധരും വേദപാദം കരുതണം. ഇത് മനസ്സിലാക്കി എല്ലാ വിശുദ്ധരും അവർക്ക് ദൈവിക ജ്ഞാനം നിറവായി പരിശുദ്ധാത്മാവ് നൽകി. ഈ ദൈവിക ജ്ഞാനം നിറവാകുമ്പോൾ സകലതിനെയും കുറിച്ച് ദൈവികമായ കാഴ്ചപ്പാടിൻ്റെ ഉൾപ്പൊരുൾ ഗ്രഹിക്കാൻ സാധ്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ചു നൽകണമേ എന്ന് പ്രാർത്ഥനാപൂർവം നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വയ്ക്കാം. ഓ പരിശുദ്ധാത്മാവേ, അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി അങ്ങ് എഴുന്നള്ളി വന്ന് ഞങ്ങളുടെ ജീവിതങ്ങളെ വെളിച്ചത്തിൻ്റെ പാതയിൽ നയിക്കുക. സ്വർഗീയ ജ്ഞാനത്താൽ നിറയ്ക്കുക. ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും ഞങ്ങൾ നിറച്ച് ഓ പരിശുദ്ധാത്മാവേ അങ്ങ് വഴി നടത്തുക. പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ പരിശുദ്ധ മറിയമേ, സ്വർഗീയ ജ്ഞാനത്തിൻ്റെ നിറവ് ഞങ്ങൾക്ക് ലഭ്യമാകുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. ആമേൻ.